ബ്രെഡൊക്കെ വീട്ടിൽ നമ്മൾ ഇരിപ്പുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കുമല്ലോ. അപ്പോൾ ഈ ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ നാവിയിൽ നല്ലൊരു ഐറ്റം ഉണ്ടാക്കി നോക്കിക്കേ. നല്ല ടേസ്റ്റാണ്. അധികം എണ്ണയില്ലാത്ത കിടിലൻ പലഹാരമാണ് കേട്ടോ. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ. വെറും 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു 4 ബ്രെഡ് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയൊരു മുട്ട ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചെടുത്ത് വയ്ക്കാം കേട്ടോ. മുട്ട പൊട്ടിച്ചെടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് 1 ഗ്ലാസോളം മൈദമാവാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ 1 ഗ്ലാസ് മൈദമാവ് ഇട്ടിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ ഒരു നുള്ളു ഉപ്പിട്ടാ, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരിത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു മാവൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുക്കാട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മാവൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണേ. ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് മസാലയുടെ കൂട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ മസാലയുടെ കൂട്ട് തയ്യാറാക്കാനായിട്ട് ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഉണ്ടല്ലോ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കേട്ടോ. ഈ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഞാനൊന്ന് മിക്സിയിൽ ചിലക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു വടയുടെ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അധികം എണ്ണയില്ലാത്ത നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇത്രയും കൂടെ വിട്ടിട്ട് നന്നായിട്ടൊന്ന് കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ക്യാരറ്റ് ഇരിപ്പുണ്ടെങ്കിൽ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചീമ്പിട്ട് കൊടുക്കാം. പിന്നെ തന്നെ നമ്മൾ സവാള ഇട്ടെടുത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അര സവാളയും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ അതിനകത്തേക്ക് അങ്ങോട്ട് കൊട്ടാട്ടോ. ഇതിങ്ങനെ കൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു നുള്ളു മസാലപ്പൊടി കേട്ടോ. ഗ്രാമ്പു ഏലക്ക പട്ട പൊടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയുടെ പൗഡർ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അതൊരു 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് നോക്കണം, മാവിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ മാറ്റി വയ്ക്കാവേ. ഇനി നമുക്ക് അവിടെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു 3-4 ബ്രെഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ബ്രെഡിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ബ്രെഡ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 4 ബ്രെഡ് എടുത്തിട്ടുള്ളത്. പിന്നെ 4 ബ്രെഡ് നമുക്ക് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് നുറുക്കിയതിന് ശേഷം ഒന്ന് സ്ക്വയറായിട്ട് ചെറിയ പീസ് കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ പാനിലേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പരന്ന പാനുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഇത്തിരി ഓയിൽ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ താഴെ നമുക്ക് ഒരുപാട് ഓയിലിൽ മുക്കി പൊരിച്ച് കോരും വേണ്ട, നല്ല രീതിയിൽ തന്നെ ആവിയിൽ നമുക്കത് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി ഓയിലൊന്നും ഇങ്ങോട്ട് എടുത്ത് ഒഴിച്ചിട്ട് മൊത്തത്തിൽ എടുത്ത് ഒഴിക്കട്ടോ. നമുക്ക് ആ മാവ് നമുക്ക് ഒരു പകുതി എടുത്ത് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ബാക്കി എടുത്തോടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഫുള്ളൊന്ന് ഫില്ല് ചെയ്ത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നുറുക്കി വെച്ചേക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ ആ സ്ക്വയർ കട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ കേട്ടോ മൊത്തത്തിൽ അങ്ങനെ വായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ബാക്കി എടുത്ത് വെച്ചേക്കുന്ന മാവുണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും, എന്നാൽ നല്ല ക്രിസ്പായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. അകം നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറം നല്ല ക്രിസ്പായിട്ടിരിക്കും. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ ഡബാരമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്തായി. ഇപ്പോൾ ഞാനൊന്ന് അടപ്പ് തോന്നിട്ടുണ്ട്. സൈഡിൽ കൂടെ ഇത്തിരി ഒന്ന് വെട്ടി കിട്ടാനായിട്ട് ഇത്തിരി ഓയിൽ ഇങ്ങനെ ചുറ്റി ഒന്ന് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കടല പെട്ടെന്ന് വെട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് തിരിച്ച് ഞാൻ വേറൊരു പാനിലേക്ക് ഇതുപോലെ അങ്ങോട്ട് കൊട്ടിയിട്ടുണ്ട്. ഇതുണ്ടല്ലോ നല്ല പുറം നല്ല ക്രിസ്പാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ലൊരു സോഫ്റ്റ് പോയിട്ട് നമ്മൾ ഈ വട കഴിക്കത്തില്ലേ അതുപോലെ ആക്കി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഒന്ന് കൊട്ടിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി മൂടി വെക്കാം. കാരണം അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ എന്താ അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതാകുന്നുണ്ടല്ലേ നമുക്കൊന്ന് വിട്ട് കിട്ടും. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് കൊട്ടാവേ. ഏകദേശം നമുക്ക് ഓക്കെ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പമല്ലേ, 10 മിനിറ്റിനുള്ളിൽ നമുക്ക് സംഭവം റെഡിയായി കിട്ടും കേട്ടില്ലേ. നല്ല പിസ്സ പോലെ ഇരിക്കും, നല്ല ബ്രെഡ് പിസ്സ പോലെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, പുറം നല്ല ഇതുണ്ടല്ലേ നല്ല ക്രിസ്പാണ്. ഇപ്പോൾ പുറം നല്ല ക്രിസ്പാണ്. നമുക്ക് നല്ല ചൂടിനോടെ അത് മുറിച്ച് കഴിക്കുമ്പോഴല്ലോ അപാര ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം പ്രത്യേക ടേസ്റ്റാണ്. വട കഴിക്കുന്ന ഇഷ്ടമുള്ള ആളുകൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം നല്ല സോഫ്റ്റുമാണ്. ഒരൊറ്റ പീസ് മതി നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ വരുമ്പം മുറിച്ച് കൊടുക്കാനായിട്ട്. ഒരൊറ്റ പീസ് കഴിച്ചാൽ മതി, ചായയുടെ ഒപ്പം വയററിയാം കേട്ടോ. അപ്പം ഒന്നുണ്ടാക്കി നോക്കട്ടെ. എന്തായാലും എളുപ്പമല്ലേ. ബ്രെഡൊക്കെ വീട്ടിൽ നിന്നിട്ട് നമ്മൾ വെറുതെ കുട്ടികൾക്ക് കൊടുക്കും. കുട്ടികൾ പറയും ബ്രെഡല്ലേ വേണ്ടെന്ന് പറയും. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ മലറിലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് അയക്കണം വീഡിയോസ് ഒന്ന് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം.